മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, കെമിക്കൽ തെർമോഡൈനാമിക്സ്, ഗേഷ്യസ് സ്റ്റേറ്റ്, ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്കിലെ വളരെ കുറച്ച് പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? യെസ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. നോക്കാം. When Frenkel defects are created in an otherwise perfect ionic crystal, the density of the ionic crystal dash. അപ്പോൾ ഇത് ചോദ്യം വന്നിരിക്കുന്നത് ഡിഫക്റ്റിൽ നിന്നാണ്. ഓപ്ഷൻ എ ഇൻക്രീസസ്, ഓപ്ഷൻ ബി ഡിക്രീസസ്, ഓപ്ഷൻ സി റിമൈൻ സെയിം, ഓപ്ഷൻ ഡി oscillates with the number of defects. അപ്പം ചോദ്യം ഡിഫക്റ്റിൽ നിന്നുമാണ്. സോ ചോദ്യം ഫ്രെങ്കൽ ഡിഫക്ട്സ് ആർ ക്രിയേറ്റഡ് ഇൻ ആൻ അതർവൈസ് പെർഫെക്റ്റ് അയോണിക് ക്രിസ്റ്റൽ, ദ ഡെൻസിറ്റി ഓഫ് ദ അയോണിക് ക്രിസ്റ്റൽ ആണ്. അപ്പോൾ ഡിഫക്റ്റ് നമ്മൾ വളരെ വിശദമായിട്ട് സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചതാണ് അല്ലേ. പ്രധാനമായിട്ടും ഡിഫക്ട്സിനെ എത്രയായിട്ട് തരംതിരിക്കാം, ഇതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യുക. ഓക്കെ, കാരണം ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് വരണം എന്നില്ല. ഈ ഡിഫക്റ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാം. സോ ഡിഫക്റ്റ് പഠിക്കുമ്പോൾ ഡിഫക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഫക്ട്സുമായി റിലേറ്റ് ചെയ്ത എല്ലാ പോയിന്റും എന്ത് ചെയ്യുക, ഓർക്കുക. സോ ഡിഫക്ട്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. ഓർമ്മയുണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്, പിന്നെന്തായിരുന്നു? നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റിലെ ഡിഫക്ട്സിനെ തരംതിരിച്ചത് അല്ലേ. അതിൽ തന്നെ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിൽ രണ്ട് തരത്തിലുള്ള ഡിഫക്റ്റുകൾ. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഡിഫക്ട്സ് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വൺ, യെസ്, സ്കോട്ട്കി ഡിഫക്റ്റ്. സ്കോട്ട്കി ഡിഫക്റ്റും രണ്ടാമത്തെ എന്തായിരുന്നു? ഫ്രെങ്കൽ ഡിഫക്റ്റും. സ്കോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. വാട്ട് യു മീൻ ബൈ സ്കോട്ട്കി ഡിഫക്റ്റ്, വാട്ട് യു മീൻ ബൈ ഫ്രെങ്കൽ ഡിഫക്റ്റ്? ഓർക്കുക, സ്കോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ദ നമ്പർ ഓഫ് അയോൺസ്, equal number of ions are missed from their lattice site. എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ഓർ ആനയോൺ എന്ത് ചെയ്യുന്നു? ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ് ചെയ്യപ്പെടുക അല്ലേ. അപ്പോൾ ഒരു പാർട്ടിക്കിളിലുള്ള അയോൺസ് മിസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാസ് എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? നമുക്കറിയാം, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡെൻസിറ്റിയാണ് അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയമാണ്. ഷോട്ട്കി ഡിഫക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് മിസ് ചെയ്യുകയാണ്, അവിടെ മാസ് കുറയും. സോ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഉറപ്പായും കുറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദ നമ്പർ ഓഫ് അയോൺസ് ആർ മിസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ് ടു ദി ഇന്റർസ്റ്റിഷ്യൽ പൊസിഷൻ. ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പുറത്തു പോകുകയല്ല, അത് ഇന്റർസ്റ്റിഷ്യൽ പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ അവിടെ മാസ് കുറയുന്നുണ്ടോ? ഇല്ല, കാരണം അയോൺസ് അവിടെ നിന്ന് നഷ്ടമാകുന്നില്ല. ഉള്ള അയോൺസ് ഒന്ന് പൊസിഷൻ മാറി ഇരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അവിടെ മാസ് കുറയുന്നില്ല, വോളിയവും ചേഞ്ച് ആവുന്നില്ല. സോ ഡെൻസിറ്റി എന്തായിരിക്കും? റിമൈൻ ദി സെയിം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റുമാണ് നമ്മൾ പറഞ്ഞത്. ഷോട്ട്കി ഡിഫക്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്യണം? മിസ് ചെയ്യുകയാണ്, അവിടെ നിന്നും പുറത്തു പോകുകയാണ്. അപ്പോൾ മാസ് കുറയുന്നു, ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്? ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് ആർ മിസ്ഡ് ഫ്രം ദെയർ ലാറ്റിസ് പോയിന്റ് ടു ദി ഇന്റർസ്റ്റിഷ്യൽ പൊസിഷൻ. ഓക്കെ, അവിടെ അതുകൊണ്ട് അയോൺസ് കുറയുന്നില്ല, മാസ് കുറയുന്നില്ല, വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ ഡെൻസിറ്റി റിമൈൻ സെയിം. സോ ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു? ഇൻക്രീസസ്, ഡിക്രീസസ്, റിമൈൻസ് സെയിം.
Density remain same. So the answer is option C. ഓക്കെ, അപ്പോൾ ഡിഫക്റ്റിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരാം. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വിത്ത് എക്സാമ്പിൾ പഠിക്കുക. ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന കുറച്ച് ക്രിസ്റ്റൽസ്, ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന കുറച്ച് ക്രിസ്റ്റൽസുമായിട്ട് എക്സാമ്പിൾ ഉൾപ്പെടെ പഠിക്കുക. ഓക്കെ ആണല്ലോ? യെസ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A compound of M and X atom has a cubic unit cell. M atoms are at the corners and body center position, and X atoms are at face center positions of the cube. The molecular formula of the compound is. ചോദ്യം സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. മോളിക്കുലാർ ഫോർമുല എഴുതാനാണ്. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ ഫോർമുല എന്തിൻ്റെയാണ് എഴുതേണ്ടത്? ചോദിച്ചിരിക്കുന്നത് ഒരു കോമ്പൗണ്ടിൽ എമ്മും എക്സ് ആറ്റംസ് ഉണ്ട് അല്ലേ? ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ അവരുടെ യൂണിറ്റ് സെല്ല് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ക്യൂബിക് യൂണിറ്റ് സെൽ. ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഓക്കെ, എം ആറ്റംസ് ആർ അറ്റ് ദി കോർണേഴ്സ് ആൻഡ് ബോഡി സെന്റർ പൊസിഷൻ. ശ്രദ്ധിക്കുക, എം ആറ്റംസ് എവിടെയൊക്കെയാണ്? അതാണ് ചോദ്യം. എം ആറ്റംസ് എവിടെയൊക്കെയാണ്? ഒന്ന് കോർണേഴ്സിലുമുണ്ട്, ദെൻ എവിടെയുണ്ട്? ബോഡിയുടെ സെന്ററിലുമുണ്ട് അല്ലേ? ദെൻ രണ്ടാമത് പറഞ്ഞു എക്സ് ആറ്റംസ് എവിടെയാണ്? ആർ അറ്റ് ഫേസ് സെന്റർ പൊസിഷൻ ഓഫ് ദ ക്യൂബ്. എക്സ് സെന്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫേസ് സെന്ററിൽ മാത്രമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എം ആറ്റം കോർണേഴ്സിലും ബോഡി സെന്റർ പൊസിഷനിലും, എക്സ് ആറ്റം എവിടെയാണ്? ഫേസ് സെന്ററിലുമാണ്. ഇനി ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് ചോദ്യം. അപ്പോൾ ഇത് ആറ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് സെല്ലുകളിൽ എങ്ങനെയാണ് എന്ന് ആദ്യം അറിയുക. പഠിച്ചതാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രിമിറ്റീവ് സെല്ലിലാണെങ്കിൽ ആറ്റംസ് ഇൻ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ആറ്റംസ് ഇൻ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണെങ്കിൽ എങ്ങനെയാണ്? ഓരോ കോർണേഴ്സിലും നമുക്ക് പറയാം അല്ലേ, ഓരോ ആറ്റങ്ങളുണ്ട്. അത് 8 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നു. സോ 1/8 × 8 = 1. ഒറ്റ ആറ്റമാണ്. ഓക്കെ, ഇനി ഫേസ് സെന്ററിൽ എങ്ങനെയാണ്? FCC ഫേസ് സെന്ററിൽ എങ്ങനെയാണ്? 6 ഫേസസ് ഉണ്ട്. ശരിയല്ലേ? 6 ഫേസസ് ഉണ്ട്. സോ ആ ഓരോ ഫേസിലെ ആറ്റങ്ങളും ഷെയർ ചെയ്യപ്പെടുന്നു. ടോട്ടൽ എത്ര വരും? യെസ്, ഇറ്റ് ഈസ് 3 വരും. 3. ഓക്കെ, ഫേസ് സെന്റർ. സോ 6 ഫേസസ്, 2 പേർക്ക് വീതം ഷെയർ ചെയ്യുന്നു. സോ ടോട്ടൽ 3 വരും. പ്ലസ് കോർണേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? കോർണേഴ്സിലൂടെ വരുവാണെങ്കിൽ 4. അപ്പോൾ FCCയിൽ ടോട്ടൽ 4. ദെൻ BCCയിൽ ബോഡി സെന്ററിൽ ഒരൊറ്റ ഒരാളായത് ആരുമായിട്ടും ഷെയർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആറ്റംസ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു നമ്പർ മറക്കരുത്. ഓക്കെ, ഈ ഒരു നമ്പർ മറക്കരുത്. അപ്പോൾ പ്രിമിറ്റീവ് സെല്ലിലാണെങ്കിൽ 1, FCCയിലാണെങ്കിൽ കോർണേഴ്സും കൂടെ ചേർന്ന് ടോട്ടൽ 4, BCCയിലാണെങ്കിൽ 1. ശ്രദ്ധിക്കുക, കോർണേഴ്സും കൂടെ ഉണ്ടെങ്കിലോ 2. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ആറ്റംസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കിത് സുഖമായിട്ട് എഴുതാൻ സാധിക്കും. എം എവിടേക്കാണ്? കോർണേഴ്സിലും ബോഡി സെൻറ്ററിലുമാണ്. എവിടേക്കാണ്? കോർണേഴ്സിലും ബോഡി സെൻറ്ററിലുമാണ്. അപ്പം കോർണേഴ്സിലുണ്ടെങ്കിൽ നമുക്കറിയാം 1, പ്ലസ് ബോഡി സെൻറ്ററിലുണ്ടെങ്കിലോ 1. നമ്മൾ പറഞ്ഞു കോർണേഴ്സിലും ബോഡി സെൻറ്ററിലും കൂടെ ചേർന്നാണ് 2 പറഞ്ഞിരിക്കുന്നത് അല്ലേ? ബോഡി സെൻറ്ററിൽ മാത്രം ഒരൊറ്റ ഒരാളെ ഉള്ളത്, ആരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് 1. ഓക്കെ ആണല്ലോ? യെസ്. സോ കോർണേഴ്സിലും ബോഡി സെൻറ്ററിലും ഉണ്ട് എങ്കിൽ എം എന്തായിരിക്കും? 1 + 1 ആയിരിക്കും. ശരിയല്ലേ? യെസ്. ഇനി എക്സ് എന്ന് പറയുന്നത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ആണ്. എക്സ് എന്ന് പറയുന്നതാണ് ഫേസ് സെൻറ്റേർഡ് ആണ്. ഫേസ് സെൻറ്റേർഡ് ആണെങ്കിൽ 3 ആണ്, പ്ലസ് കോർണേഴ്സ് കൂടെ ഉണ്ടെങ്കിലാണ് 4.
ഓക്കെ, അപ്പോൾ ഇവിടെ കോർണേഴ്സ് ഇല്ല, ഫേസ് സെൻറ്റർ മാത്രമേ ഉള്ളൂ. സോ എക്സ് എന്തായിരിക്കും? 3. സോ ദ മോളിക്കുലർ ഫോർമുല ഇറ്റ് ഈസ് M2x3. എന്താണ് മോളിക്കുലർ ഫോർമുല? M2x3. ഓപ്ഷൻ എ mx ആണോ? അല്ല. ഓപ്ഷൻ ബി mx2 ആണോ? അല്ല. ഓപ്ഷൻ സി M3x2 അല്ല. തിരിഞ്ഞു പോകരുത്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ഒരൊറ്റ ഫോക്കസിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പം ഈ നമ്പറുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഇത് ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കാം. സോ ഒരു കാരണവശാലും കെയർലെസ് ആയിട്ട് ആൻസർ ചെയ്യരുത്. വളരെ കെയർഫുള്ളായിട്ട് ഓരോ സഫിക്സും കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് M2x3. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും ഏത് ക്വസ്റ്റ്യനിൽ നിന്നാണ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പോൾ മോളിക്കുലർ ഫോർമുല ഏത് എഴുതാൻ ചോദിച്ചാലും നിങ്ങൾ എഴുതുവാൻ വില്ലിങ് ആയിരിക്കുക. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നു. M3x2 അങ്ങനെയാണെങ്കിൽ എം എവിടെയൊക്കെ വരാം, എക്സ് എവിടെയൊക്കെ വരാം? പല പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ M3 ഉണ്ടെങ്കിൽ ഫേസ് സെൻറ്ററിൽ മാത്രം വേണമെങ്കിൽ എമ്മിന് വരാം. അങ്ങനെയാണെങ്കിൽ 3 വരും. ശരിയല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. ദെൻ x2 ആകണമെങ്കിൽ കോർണേഴ്സിലും ബോഡി സെൻറ്ററിലും വരാം. നേരെ തിരിച്ച്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നതിന് നേരെ തിരിച്ചായിരിക്കും. എം വരുന്നത് ഫേസ് സെൻറ്ററിൽ, എക്സ് വരുന്നത് ബോഡി സെൻറ്ററിലും കോർണേഴ്സിലും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? M3x2 എന്ന് വരും. ഓക്കെ, mx അങ്ങനെ വരുവാണെങ്കിലോ എം ഒന്നേ ഉള്ളൂ, എക്സ് ഒന്നേ ഉള്ളൂ. അപ്പോൾ എന്താ? എം കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ, എക്സ് ഒന്നുകിൽ ബോഡി സെൻറ്ററിൽ മാത്രം അല്ലെങ്കിൽ കോർണേഴ്സിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഏത് ഫോമിൽ തന്നാലും ആറ്റംസ് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഈ നമ്പർ ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോർണേഴ്സിൽ ഉണ്ടെങ്കിൽ മാത്രം 2 അല്ലെങ്കിൽ ബോഡി സെൻറ്ററിൽ 1, കോർണേഴ്സിൽ ഉണ്ടെങ്കിൽ മാത്രം 4 ഫേസ് സെൻറ്ററിൻ്റെ കേസിൽ, അല്ലെങ്കിൽ 3. ഇതാണ് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഓക്കെ, യെസ്. സോ this is the molecular formula related question. Third question it is, silver crystallizes in face centered cubic structure. The second order diffraction angle of a beam of X-ray lambda is equal to 1 angstrom of 111 plane of the crystal is 30 degree. Therefore, the unit cell length of the crystal would be. അപ്പോൾ ഇതും ചോദ്യം എവിടെ നിന്നാണ്? നമ്മുടെ ചോദ്യം സോളിഡ് സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ, സോളിഡ് സ്റ്റേറ്റിലെ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഏത് ഇക്വേഷനാണ്? ബ്രാഗ്സ് ഇക്വേഷനാണ്. ശരിയല്ലേ? ബ്രാഗ്സ് ഇക്വേഷനാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുള്ളത്. സോ എന്തായിരുന്നു ബ്രാഗ്സ് ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? 2d sin theta is equal to 2d sin theta is equal to n lambda. 2d sin theta is equal to n lambda. ഇതാണ് എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്? ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബ്രാഗ്സ്. അപ്പോൾ സംടൈംസ് എക്സാമിന് ബ്രാഗ്സ് ഇക്വേഷൻ ഏതാണെന്ന് ചോദിക്കും. 2-3 ഇക്വേഷൻ, എയും ബിയും സിയും ഡിയും 2-4 ഇക്വേഷൻ തന്നിട്ട് ഇതിൽ ബ്രാഗ്സ് ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ബ്രാഗ്സ് ഇക്വേഷൻ 2d sin theta is equal to n lambda. എന്താണ് ഓരോ ടേംസും? ഡി എന്താണ്? ഡി? ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ബ്രാഗ്സ് ഇക്വേഷൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല, ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സംടൈംസ് ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയാം, സംടൈംസ് ഈ തീറ്റ കണ്ടുപിടിക്കാൻ പറയാം, സംടൈംസ് ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറയാം. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഇക്വേഷൻസ് ആണ് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ. ഇറ്റ് ഈസ് 2d sin theta is equal to n lambda. ഓക്കെ, സോ ഡി എന്ന് പറയുന്നത് ടേംസ് വളരെ പ്രധാനം. ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ്. ഡി എന്താണ്? ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ്. ഓക്കെ, തീറ്റ എന്താണ്? തീറ്റ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്.
തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. Then n എന്താണ്? n, that means order. എന്താണ്? order അല്ലെങ്കിൽ order of diffraction. Okay, last lambda. lambda എന്താണ്? wavelength. അപ്പോൾ ഇതാണ് എന്ത് ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ 2d sin തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ. ഓരോ ടേമുകളും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. d ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ആണ്, തീറ്റ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, n ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ, ലാംഡ വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യത്തിൽ ഇക്വേഷൻ വീണ്ടും ഒരിക്കൽ കൂടി എഴുതുന്നു. ബ്രാഗ്സ് ഇക്വേഷൻ അനുസരിച്ച് 2d sin തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡയാണ്. ഓക്കെ, അപ്പം ചോദിച്ചിരിക്കുന്നത് ക്രിസ്റ്റലൈസസ് ഇൻ എഫ് സെന്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്. അപ്പം തന്നിരിക്കുന്നത് FCC ആണ്, ഫേസ് സെന്റേഡ് ക്യൂബിക്. സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ, അപ്പം അതും തന്നിട്ടുണ്ട്. ഡിഫ്രാക്ഷൻ തീറ്റ തന്നിട്ടുണ്ട്, എത്രയാണ്? സോറി, n തന്നിട്ടുണ്ട്, എത്രയാണ്? 2 ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ്. ആംഗിൾ ഓഫ് ബീം ഓഫ് എക്സ്റേ ലാംഡ ഈസ് ഈക്വൽ ടു 1 ആംസ്ട്രോം. ലാംഡ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 1 ആംസ്ട്രോം ആണ്. ഓഫ് 1 പ്ലെയിൻ ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് 30 ഡിഗ്രി. തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. Therefore, the unit cell length of the crystal would be. ചോദ്യം എന്താണ്? യൂണിറ്റ് സെൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ് സെൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഡേറ്റാസും തന്നിരിക്കുന്ന ഡീറ്റെയിൽസും ഫസ്റ്റ് ഏത് പ്രോബ്ലം ചോദിച്ചായിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അങ്ങ് എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പം തന്ന ഡീറ്റെയിൽസ് വെച്ച് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കറിയാം ഇവിടെ 2d sin തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡയാണ്. ഇവിടെ ഡിക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഡി ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ. എന്താണ്? a ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ ആണ്. ഇവിടെ ഓൾറെഡി ആ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 1 1 1 അല്ലേ? നമുക്ക് യൂണിറ്റ് സെൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ് യൂണിറ്റ് സെൽ ലെങ്ത് എന്നല്ലെങ്കിൽ ലെങ്ത് പാരാമീറ്റർ പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്ലെയിൻ തന്നിട്ടുണ്ട്. എത്ര? 1 1 1. സോ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ എ ഡിവൈഡഡ് ബൈ റൂട്ട് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് മീൻസ് റൂട്ട് 3. ഓക്കെ ആണല്ലോ? അപ്പോൾ എ ഡിവൈഡ് ബൈ റൂട്ട് 3 എന്ത് കിട്ടും? നമ്മുടെ ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ റൂട്ട് 3 സൈൻ തീറ്റ, സൈൻ തീറ്റ അല്ല സൈൻ 30 ഡിഗ്രി അല്ലേ, ഈസ് ഈക്വൽ ടു n. n എന്ന് പറയുന്നത് എന്താ? ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട് 2 ആണ്. ലാംഡ തന്നിട്ടുണ്ട് 1 ആണ്, സോ 2. ഓക്കെ, 2 ഇൻറ്റു എ ബൈ റൂട്ട് 3 സൈൻ 30 ഇൻറ്റു ഈക്വൽ ടു 2. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ് അല്ലേ? അപ്പം 2 ഇൻറ്റു എ റൂട്ട് 3 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 2. ഈ 2ഉം കട്ട് ചെയ്തു പോകും. എ ബൈ റൂട്ട് 3 ഈസ് ഈക്വൽ ടു 2 ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു റൂട്ട് 3. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1.72. സോ ദ ആൻസർ ഈസ് 2 ഇൻറ്റു 1.72, അപ്രോക്സിമേറ്റ്ലി 3.464 വരും. 3.464 വരും. സോ ദ ഓപ്ഷൻ എ 3.141 ആണ്, തെറ്റാണ്. ഓപ്ഷൻ ബി 3.273 ആണ്, തെറ്റാണ്. 3.034 ആണ്, തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ ഈസ് ഈക്വൽ ടു 3.464 ആംസ്ട്രോം.
അപ്പോൾ എങ്ങനെയാണ് ഈ ആൻസറിൽ എത്തിച്ചേർന്ന് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ഇതേപോലത്തുള്ള ഏത് ഫേസ് സെൻറ്റേർഡ് ആണെങ്കിലും ക്യൂബിക് സെൻറ്റേർഡ് ആണെങ്കിലും ഇക്വേഷൻ ഇറ്റ് ഈസ് സെയിം. ഓക്കെ, 2d sin theta is equal to m lambda. ഡി എന്ന് പറയുന്നത് ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അതെന്താണ്? കോർഡിനേറ്റ്സ് ആണ്. അത് ഏത് പ്ലെയിൻ തന്നോട്ടെ. ഇവിടെ ഇപ്പോൾ 1 1 1 പ്ലെയിൻ ആണ് തന്നിരിക്കുന്നത്. If it is 1 0 1 or 0 0 1 or 1 2 1 anything whatever it is, okay, നിങ്ങൾ ആ കോർഡിനേറ്റ്സ് എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഓക്കെ, എച്ചിൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ് പറയുന്ന കോർഡിനേറ്റ്, കെയുടെ സ്ഥാനത്ത് സെക്കൻഡ് പറയുന്ന കോർഡിനേറ്റ്, എൽ ഏതാണ് തേർഡ് പറയുന്ന കോർഡിനേറ്റ്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. സോ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൈൻ 30യുടെ വാല്യൂ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സൈൻ 30, സൈൻ 45, 60, കോസ് 30, ദെൻ കോസ് 45, 60, 90, 0, ഇതൊക്കെ കുറച്ച് കോമൺ വാല്യൂസ് അറിഞ്ഞു വെച്ചിരിക്കുക. എങ്കിൽ മാത്രമേ സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രോബ്ലം സെക്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2 കിട്ടുന്നു. ഇവിടെ നിന്നും എ കണ്ടുപിടിക്കുന്നു. എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് 3. വി വിൽ ഗെറ്റ് ദ ആൻസർ. എ ഈസ് ഈക്വൽ ടു 3.464 ആംസ്ട്രോം. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഇതാണ് സോളിഡ് സ്റ്റേറ്റിലെ ബ്രാഗ്സ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An element exists in 2 crystallographic modifications with FCC and BCC structures. The ratio of the densities of the FCC and BCC modification in terms of the volumes of their unit cell. ചോദ്യം വീണ്ടും സോളിഡ് സ്റ്റേറ്റിൽ നിന്നാണ്. BCC that means volume of body centered cubic. FCC എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഓക്കെ, അപ്പോൾ BCC FCC എന്താണെന്ന് അറിയാലോ. BCC മീൻസ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണ്. FCC എന്താണ്? ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കാം. ചോദ്യത്തിൽ an element exists in 2 crystallographic modification, FCCയിലും BCCയിലും. ഓക്കെ, the ratio of density of the FCC and BCC modification. അപ്പം ഇവിടെ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ആണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എന്താണ്? റോ ഈസ് ഈക്വൽ ടു ഇസഡ് എം ഡിവൈഡഡ് ബൈ എൻ വി. റോ ഈസ് ഈക്വൽ ടു ഇസഡ് എം ഡിവൈഡ് ബൈ എൻ വി. ഓരോ ടേംസും എന്താണെന്ന് ഓർക്കുക. ഇസഡ് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഓക്കെ, എം എന്താണ്? ഓരോ ടേം ഓർക്കുക, എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ. എം എന്താണ്? ഇറ്റ് ഈസ് ഇക്വലന്റ് മാസ്. എം എന്ന് പറയുന്നത് ഇക്വലന്റ് മാസ് ആണ്. എൻ എന്താണ്? ഇറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ. എൻ എന്താണ്? അവഗാഡ്രോ നമ്പർ. വി എന്താണ്? വോളിയം. ഓക്കെ, വി അല്ലെങ്കിൽ നമ്മൾ എ ക്യൂബും എഴുതാറുണ്ട്. ഓക്കെ, വി അല്ലെങ്കിൽ എന്താണ്? എ ക്യൂബ്, വോളിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇതാണ് ഒരു ക്യൂബിക് സെല്ലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റോ ഇസ് ഈക്വൽ ടു ഇസഡ് എം ഡിവൈഡ് ബൈ എൻ വി. ഓരോ ടൈം പറഞ്ഞിരിക്കുക. ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇസഡ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണ് എങ്കിൽ ഇസഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വാല്യൂ വരും? 2 വരും. ഓക്കെ, ദാറ്റ് മീൻസ് ബോഡി സെൻറ്റർ പ്ലസ് കോർണേഴ്സ് ആണ് ടോട്ടൽ ബോഡി സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു FCC ആണെങ്കിൽ ഇസഡ് എന്ത് വരും? 4 വരും. ഓക്കെ, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണെങ്കിൽ ഇസഡ് എന്ത് വരും? 1 വരും. അതാണ് ഇസഡ് എന്ന് പറയുന്നത്. എം ഇക്വലന്റ് മാസ്, എൻ അവഗാഡ്രോ നമ്പർ, വി എന്ന് പറയുന്നത് വോളിയം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യം
the ratio of the densities of the FCC and BCC modification in the volume ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് റോ ഇസ് ഈക്വൽ ടു ZM ഡിവൈഡ് ബൈ NV. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം FCC ചെയ്യുക. റോ ഓഫ് FCC, റോ ഓഫ് FCC, FCCയുടെ ഡെൻസിറ്റി നോക്കുകയാണ്. FCC ഡെൻസിറ്റിയിൽ ബാക്കിയെല്ലാം സെയിം ആണ് ഏകദേശം അല്ലേ, കോൺസ്റ്റന്റുകളൊക്കെയാണ്. ഇസഡ് ചേഞ്ച് ചെയ്യും. ഇസഡ് ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ് ഇസഡ് ചേഞ്ച് ചെയ്യുന്നത്? ഒരേ എലമെന്റ് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എമ്മിലും എന്നിലും വിയിലും ഒന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഓക്കെ, സോ ഇസഡ് ചേഞ്ച് ചെയ്യും. FCC ആണെങ്കിൽ എത്ര വരും? 4M ഡിവൈഡ് ബൈ NV ആണല്ലോ. യെസ്. ഇനി BCC ആണെങ്കിലോ, ബോഡി സെന്റേർഡ് ക്യൂബിക് ആണെങ്കിലോ 2M ഡിവൈഡ് ബൈ NV. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഷ്യോ അല്ലേ എടുക്കേണ്ടത്? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഇതിനെ നേരെ റേഷ്യോ എടുക്കാം. റോ ഓഫ് BCC ഈസ് ഈക്വൽ ടു 2M ഡിവൈഡ് ബൈ NV. എന്താണ്? എന്തൊക്കെ കട്ടായി പോവും? ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കട്ടാവും അല്ലേ? യെസ്. സോ അവസാനം നമ്മൾക്ക് കിട്ടുന്ന എന്താണ്? 2, ഇവിടെ വോളിയം ചേഞ്ച് ചെയ്യും. വോളിയം FCC ഡിവൈഡ് ബൈ ഇവിടെ BCC. സോ ഇത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2VBCC ഡിവൈഡ് ബൈ VFCC. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഇത് കട്ടായി പോവും. സോ ഈ 2ഉം കട്ടായി പോവും. ഈ BCC മുകളിൽ പോവും, താഴെ FCC. അതാണ് റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടും റോ ഓഫ് FCC ഡിവൈഡ് ബൈ റോ ഓഫ് BCC ഈസ് ഈക്വൽ ടു 2 വോളിയം ഓഫ് BCC ഡിവൈഡഡ് ബൈ 2 FCC. 2 ഇല്ല, FCC. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് 2BCC ഈസ് ഈക്വൽ ടു FCC. ഓക്കെ, അതാണ് ആൻസർ. ദാറ്റ് മീൻസ് ദ ഓപ്ഷൻ B, 2VBCC റൈസ് ടു ഈസ് ടു VFCC. ഓക്കെ ആണല്ലോ. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടി മനസ്സിലാക്കുക. ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. റോ ഇസ് ഈക്വൽ ടു ZM ഡിവൈഡ് ബൈ NV ആണ്. ഇൻ ടേംസ് ഓഫ് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വോളിയം ചേഞ്ച് ചെയ്യും. FCCയും BCCയും വിട്ട് കൊടുക്കുക. ഓക്കെ, സെയിം എലമെന്റ് ആയതുകൊണ്ട് NM എല്ലാം എന്താണ്? സെയിം ആണ്. സോ Z എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റംസ് ഫോർ യൂണിറ്റ് സെല്ലാണ് Z. ഓക്കെ, അപ്പോൾ അതൊരു FCCയിലാണെങ്കിൽ 4 വരും, BCCയിലാണെങ്കിൽ 2 വരും. ഓക്കെ, ആ നമ്പറുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സിമ്പിളായിട്ട് റേഷ്യോ എന്നിട്ട് സെയിം ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ ഓഫ് FCC ഡിവൈഡ് ബൈ റോ ഓഫ് BCC ഈക്വൽ ടു 2 വോളിയം ഓഫ് BCC ഡിവൈഡ് ബൈ FCC. ദാറ്റ് മീൻസ് 2VBCC ഈസ് ടു VFCC. അങ്ങനെയാണ് 2 വോളിയം ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് ഈസ് ടു വോളിയം ഓഫ് FCC. ഓക്കെ ആണല്ലോ. അപ്പം ദ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ്. 2VBCC ഈസ് ടു VFCC. ക്ലിയർ? യെസ്. അപ്പോൾ ബ്രാക്സ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. ബ്രാക്സ് ഇക്വേഷൻ എല്ലാവരും ഒന്ന് ക്വിക്ക് ഓർത്തെ. what do you mean by Bragg's equation? എന്തായിരുന്നു Bragg's equation? 2D sin theta is equal to n lambda. എന്താണ് d അവിടെ? ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ്. a എന്താണ്? യൂണിറ്റ് സെൽ ലെങ്ത് ആണ് അല്ലേ? സൈൻ തീറ്റ, തീറ്റ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. n ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. ലാംഡ വേവ് ലെങ്ത് ആണ്. ഓക്കെ ആണല്ലോ. യെസ്. സോ അടുത്ത ഇവിടെ നമ്മൾ പഠിച്ചത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ റോ ഈസ് ഈക്വൽ ടു ZM ഡിവൈഡ് ബൈ NV. മറക്കരുത്, ZM ഡിവൈഡ് ബൈ NV. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ്. M ഇക്വലന്റ് മാസ് ആണ്. N എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. വോളിയം V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ക്യൂബ് ആണ്. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു FCC BCC വോളിയം റേഷ്യോ ഓർ ഡെൻസിറ്റി. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കാം.
The equilibrium constant for the reaction CH4 gaseous state, ഈ ജി എസ് എന്നൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ജി ഇൻഡിക്കേറ്റ്സ് gaseous state, എസ് ഇൻഡിക്കേറ്റ്സ് solid state, okay, എൽ ഇൻഡിക്കേറ്റ്സ് liquid state. So CH4 gaseous state plus 2H2O gaseous state reversibly gives CO2 gaseous state plus 4H2 gaseous state, and CO gaseous state plus H2O gaseous state reversibly gives CO2 gaseous state plus H2 gaseous state are K1 and K2 respectively. The equilibrium constant for the reaction. ചോദ്യം ഇതാണ്, equilibrium constant for the reaction എന്താണ്? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, രണ്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? റെസ്പെക്റ്റീവ്ലി അതിൻ്റെ K1 ആൻഡ് K2 തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ താഴെ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടെത്തുക. രണ്ട് ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും മൂന്നാമതൊരു ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് CH4 gaseous state plus 2H2O. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നെങ്കിലും ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, റിവേഴ്സിബിളി ഗീവ്സ് CO2 gaseous state plus 4H2. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1. ഇറ്റ് ഈസ് K1. അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? K1 ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സെക്കൻഡ് വൺ ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ്? CO gaseous state plus H2O gaseous state reversibly gives CO2 gaseous state plus H2 gaseous state. ഇതെന്താണ്? K2 ആണ്. ഓക്കെ, ഇതിൽ നിന്നും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ട ചോദ്യം CH4 gaseous state plus H2O gaseous state reversibly gives CO gaseous state plus 3H2 gaseous. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് ആദ്യം അറിയാം. ഓക്കെ, ഇവിടെ CH4ഉം പ്ലസ് 2H2O ആണ് റിയാക്റ്റൻസിൽ. ഇവിടെയോ COയും H2Oയും. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെയോ CO2 ഉണ്ട്, ഇവിടെയും CO2 ഉണ്ട്, ഇവിടെ 4H2 ഉണ്ട്, ഇവിടെ H2. നോക്കൂ കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടത്തില്ലേ? അല്ലേ? 4H2 നിന്നും H2 കുറഞ്ഞാൽ 3H2. ഓക്കെ, CO2 കട്ട, അതായത് ഈക്വൽ സൈഡിലുള്ളവർ ഈക്വൽ ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് പോകും. ഓക്കെ, റിമൈനിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? CH4 പ്ലസ് ഒന്ന് പറഞ്ഞ് H2O റിവേഴ്സിബിളി ഗീവ്സ് ദെൻ CO പ്ലസ് 3H2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്തതാണ്. സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യാണ്? K1 ഡിവൈഡ് ചെയ്യണമെന്നറിയാം അല്ലേ? പ്ലസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടിയത് അല്ലേ? അപ്പോൾ സോ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇക്വേഷൻ നമ്പർ 1ന്റെ K1 divided by equation number 2ന്റെ K2. That means K1 divided by K2. The answer is option C. Okay, ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏത് ഇക്വേഷൻ തന്നാലും ശ്രദ്ധിക്കാം, ഇങ്ങനെയുള്ള ഏത് ഇക്വേഷൻ തന്നാൽ നിങ്ങൾ ഇക്വേഷൻ കണ്ട് പയക്കരുത്. ഓക്കെ, ഇക്വേഷൻ കണ്ടിട്ട് ഭയന്നിട്ട് യാതൊരു കാര്യവുമില്ല. സോ ആ ഇക്വേഷനിൽ നിന്നും തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ എത്തി? സംടൈംസ് ഇപ്പോൾ 4 ഇക്വേഷൻ തന്നിരിക്കാം
ഓക്കെ, 4 ഇക്വേഷൻ തന്നിട്ടായിരിക്കും അഞ്ചാമത് ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നോക്കുന്നത്. അപ്പോൾ സംടൈംസ് രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും ആഡ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് നാലാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോഴായിരിക്കും പുതിയൊരു ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അത് നമ്മുടെ ലോജിക്കാണ്. ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ എന്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ പ്ലസ് ചെയ്താൽ എന്ന് കിട്ടുന്ന ആലോചിച്ച് വേണം നമ്മൾ ചെയ്യുവാൻ. അതിനനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇപ്പോൾ 1ൽ നിന്നും 2 കുറയ്ക്കുകയാണെങ്കിൽ K1 ഡിവൈഡ് ബൈ K2. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ 3 കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നോ അതിനനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് ഫൈനലി ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. സോ ഹിയർ ദ ആൻസർ ഈസ് K1 ഡിവൈഡ് ബൈ K2. ഓക്കെ, അപ്പോൾ ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പോർഷനിൽ നിന്നും വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a chemical reaction, PCl5, that means phosphorus pentachloride, gaseous state, reversibly gives PCl3 plus Cl2. Xenon gas is added at a constant volume. The equilibrium is. ചോദ്യം, കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് എഴുതാം. PCl5 gaseous state reversibly gives, decompose ചെയ്ത് എന്തൊക്കെയായിട്ട് മാറുക, PCl3 പ്ലസ് Cl2. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, സിനോൺ ഗ്യാസ് ഈസ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിൽ, വോളിയം അപ്പം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ സിനോൺ ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, will shift towards reactant. Option B, will shift towards products. Option C, will not change the amount of reactant and products. Option D, will increase both reactant and product. അപ്പോൾ റിയാക്റ്റന്റ് കൂടുമോ പ്രോഡക്റ്റ് കൂടുമോ, റിയാക്റ്റന്റും പ്രൊഡക്റ്റും കൂടുമോ, റിയാക്റ്റന്റും പ്രൊഡക്റ്റിനും ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഇതാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ, ഒരു ഫിക്സഡ് വോളിയത്തിൽ, അതായത് കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മളൊരു ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടോട്ടൽ പ്രഷർ അവിടെ എന്ത് ചെയ്യും, ഷുവറായിട്ടും ഇൻക്രീസ് ചെയ്യും അല്ലേ. അതായത് വോളിയം കോൺസ്റ്റന്റ് ആണ്. ഒരു ബോക്സിനകത്ത് എന്ത് ചെയ്യുക, ഗ്യാസ് ഫില്ല് ചെയ്യുക, വോളിയം കറക്റ്റ് കോൺസ്റ്റന്റാണ്. പക്ഷേ ഈ ഗ്യാസ് കൂടുന്തോറും ആ വോളിയത്തിൽ, ആ ബോക്സിലുള്ള പ്രഷർ എന്ത് ചെയ്യും, കൂടും. ശരിയല്ലേ. അപ്പോൾ അഡിഷൻ ഓഫ് ന്യൂട്രൽ ഗ്യാസ് ഓഫ് സിനോൺ അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം, ദ ടോട്ടൽ പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ബട്ട് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസസ് റിമെയിൻസ് സെയിം. ടോട്ടൽ പ്രഷർ ഷുവറായിട്ടും കൂടും, പക്ഷേ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യും, സെയിം ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പം കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മുടെ ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ബട്ട് പാർഷ്യൽ പ്രഷറോ, എന്ത് ചെയ്യും, സെയിം ആയിരിക്കും. പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. P of PCl5 is equal to NPCl5 divided by V. ഇവിടെ നമ്പർ ഓഫ് PCl മാറുന്നില്ല, വോളിയവും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു മാറ്റവും വരുന്നില്ല. will not change the amount of reactant and products. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. സോ ഹിയർ PCl5 ഡീകമ്പോസ് ചെയ്ത് PCl3യും Cl2 ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഗ്യാസ് ആഡ് ചെയ്യും തോറും എന്ത് ചെയ്യാണ്, വോളിയം ടോട്ടൽ പ്രഷർ കൂടുന്നുണ്ട്, പക്ഷേ പാർഷ്യൽ പ്രഷർ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ പ്രഷർ ഓഫ് PCl5 NPCl5 ഡിവൈഡ് ബൈ വോളിയം ആണ്. ഇവിടെ എന്നും ചേഞ്ച് ചെയ്യുന്നില്ല, വിയും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പാർഷ്യൽ പ്രഷർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇക്വിലിബ്രിയത്തിന് എന്താ, ഒരു മാറ്റവും വരത്തില്ല. ദാറ്റ് മീൻസ് വിൽ നോട്ട് ചേഞ്ച് ദ എമൗണ്ട് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്റേ ഡിഫ്രാക്ഷൻ ഡസ് നോട്ട് ഗിവ് എനി സ്ട്രക്ചറൽ ഇൻഫർമേഷൻ ഫോർ. എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ ഏത് ഓർക്കണം? ബ്രാഗ്സ് ഇക്വേഷനും. ബ്രാഗ്സ് ഇക്വേഷൻ എന്താണ്? 2d sin theta is equal to n lambda ഓർക്കുക. So X-ray diffraction does not give you any structural information for option A metallic solid, option B ionic solids, option C molecular solids and option D amorphous solids. അപ്പോൾ ചോദ്യം എക്സ്റേ ഡിഫ്രാക്ഷൻ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ തരാത്ത സോളിഡ്സ് ഏത്? ഓക്കെ, നമുക്കറിയാം സോളിഡ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും. രണ്ട് ടൈപ്പ് സോളിഡാണ്, ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡിൽ വരുന്നതാണ് ഈ മെറ്റാലിക് സോളിഡ്, അയോണിക് സോളിഡ്, മോളിക്കുലാർ സോളിഡ് എല്ലാം. ഓക്കെ, സോ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ മാത്രമേ സ്ട്രക്ചർ ഇൻഫർമേഷൻ തരത്തുള്ളൂ. ക്ലിയർ? എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്? സ്ട്രക്ചറൽ ഇൻഫർമേഷൻസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് മാത്രമേ തരത്തുള്ളൂ. ദാറ്റ് മീൻസ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഡസ് നോട്ട് ഗിവ് എനി സ്ട്രക്ചറൽ ഇൻഫർമേഷൻ ഓഫ് അമോർഫസ് സോളിഡ്. അമോർഫസ് സോളിഡിൻ്റെ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ തരുവാൻ ആർക്കും സാധ്യമല്ല, എക്സ്റേ ഡിഫ്രാക്ഷന് സാധ്യമല്ല. ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. സോ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻസ് അബൌട്ട് amorphous solids, only give about crystalline solid. Okay, yes. Next question. The angle at which the first order Bragg reflection is observed from 110 plane in a simple cubic unit cell of side 3.238 angstrom when chromium K alpha radiation of wavelength 2.29 angstrom is used is dash. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഇൻഫർമേഷൻ കാണുമ്പോഴേ അറിയാം ഇത് ആംഗിൾ ആണ്. ഫസ്റ്റ് ഓർഡർ ബ്രാഗ്സ് റിഫ്ലക്ഷൻ. ഉറപ്പായിട്ടും ഏത് ഇക്വേഷൻ? ബ്രാഗ്സ് ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഇതാണ് എന്താണ് ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്? 2d sin theta is equal to n lambda. 2d sin theta is equal to n lambda. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ആദ്യം എടുത്തെഴുതാം. ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് n ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഒരു പ്ലെയിൻ തന്നിട്ടുണ്ട് അല്ലേ? പ്ലെയിൻ തന്നിട്ടുണ്ട് 110. ദാറ്റ് മീൻസ് HKL എന്ന് പറയുന്നത് എന്താണ്? 110 എന്ന് തന്നിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിക് ആണെന്ന് തന്നിട്ടുണ്ട്. സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പറഞ്ഞ ഡിസ്റ്റൻസ് അല്ല, സൈഡ് എ ആണ് തന്നിട്ടുള്ളത്. എ എത്രയാണ്? 3.238 ആംസ്ട്രോം. 3.238 ആംസ്ട്രോം. ദെൻ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലാംഡ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 2.29 ആംസ്ട്രോം. 2.29 ആംസ്ട്രോം. ഓക്കെ, അപ്പോൾ സിമ്പിൾ. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, നമ്മൾക്ക് കണ്ടുപിടിച്ചാൽ മാത്രം മതി. 2d sin theta is കൊണ്ട് എല്ലാം ആണ്. ഓക്കെ, ഡി ഡയറക്റ്റ് തന്നിട്ടില്ല. ഡി ഫസ്റ്റ് യു ഷുഡ് ഫൈൻഡ് ഔട്ട്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. ഡി യുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? യൂണിറ്റ് ലെങ്ത്. ദാറ്റ് മീൻസ് എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് al സ്ക്വയർ. റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ. ഓൾറെഡി എയും തന്നിട്ടുണ്ട്, എച്ച് കെ എൽ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ എത്രയാണ് തന്നിട്ടുള്ളത്? എ ഇറ്റ് ഈസ് 3.238 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എത്രയാണോ കോർഡിനേറ്റ്സ്? 110 ആണ്. ദാറ്റ് മീൻസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. ഓക്കെ, ദാറ്റ് മീൻസ് 2.3238 ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് 2. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡി. ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള പോർഷൻസ് വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ്
3.238 divided by root 2. Okay, yes. So here 2 into d യുടെ value 3.238 divided by root 2. Sin theta is equal to n lambda. n 1 ആണ്, lambda എത്രയാണ്? 2.29 ആണ്. ഓക്കെ, ഇതിൽ നിന്നും സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതിയാകും. സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത്? 2.29 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സൈൻ തീറ്റ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ തീറ്റ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 2.29 എങ്ങനെയാണ് ചെയ്യുന്നത്? സൈൻ തീറ്റ 2.29, ഈ റൂട്ട് 2 മുകളിൽ വരും, ദെൻ ഇത് ഡിനോമിനേറ്ററിൽ പോകും. ശരിയല്ലേ? സോ വി വിൽ ഗെറ്റ് അത് ടോട്ടലി നമുക്ക് ചെയ്യുമ്പം അപ്രോക്സിമേറ്റ്ലി വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ് കിട്ടുന്നത്. 2.29 ഓക്കെ ഇൻറ്റു റൂട്ട് 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3.238 ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1.2 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം സൈൻ തീറ്റ 1.2, സൈൻ തീറ്റ 1.2 ആണെങ്കിൽ തീറ്റ എന്താ വരുന്നത്? സൈൻ ഇൻവേഴ്സ് 1/2, ദാറ്റ് മീൻസ് 30 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വാല്യൂ എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90 അറ്റ്ലീസ്റ്റ്, അതുപോലെ കോസ്റ്റ് വാല്യൂസും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ, ഈ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അപ്രോക്സിമറ്റ്ലി 1/2 കിട്ടും. അപ്പോൾ 1/2 കിട്ടുമ്പോൾ അത് സൈൻ 30 ആണോ അല്ലെങ്കിൽ 45 ആണോ 60 ആണോ 90 ആണോ എന്ന് അറിഞ്ഞുകൂടായെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇത് വാല്യൂ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1 കിട്ടുന്നു, 1/2 കിട്ടുന്നു. ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, യെസ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ് and the mass of the gaseous molecule is halved, the RMS speed of the molecule will change by a factor of dash. Option A 1, option B 2, option C 1/2, option D 1/4. അപ്പോൾ ഇത് RMS സ്പീഡാണ്. എന്താണ് RMS സ്പീഡ്? നമുക്കറിയാം RMS ഒരുപാട് ടൈപ്പ് വെലോസിറ്റീസ് ഉണ്ട് അല്ലേ? റൂട്ട് ടു മീൻ സ്ക്വയർ വെലോസിറ്റി, RMS എന്ന് പറഞ്ഞാൽ റൂട്ട് ടു മീൻ സ്ക്വയർ വെലോസിറ്റി. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉണ്ട്, ആവറേജ് വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റൂട്ട് ടു മീൻ സ്ക്വയർ സ്പീഡ്. നോക്കാം, RMS സ്പീഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാമോ? ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. RMS വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് 3RT/m ആണ്. റൂട്ട് 3RT/m ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ് ആൻഡ് മാസ് ഓഫ് ദി ഗേഷ്യസ് മോളിക്യൂൾ ഈസ് ഹാഫ്ഡ്. ഹിയർ 3RT, T മീൻസ് ടെമ്പറേച്ചർ. ഓരോ ടൈം എന്താണ് ഓർത്തിരിക്കുക, T എന്താണ്? ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ദെൻ M എന്താണ്? മാസ് ആണ്. M എന്താണ്? മാസ് ആണ്. T ടെമ്പറേച്ചർ, M എന്താണ്? മാസ് ആണ്. ഓക്കെ, സോ RMS സ്പീഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3RT/m. ഇഫ് ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്, ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പോവാ? ഡബിൾ ചെയ്യുന്നു. ഗേഷ്യസ് മോളിക്യൂളിന്റെ മാസ് എന്ത് ചെയ്യാൻ പോവാ? ഹാഫ്, പകുതിയാക്കാൻ പോവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം RMS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് 2/m ആണെന്ന് എഴുതാം. ശരിയല്ലേ? റൂട്ട് 2/T/m ആണെന്ന് എഴുതാം അല്ലേ? ദാറ്റ് മീൻസ് ഇത് ടേംസ് അത് കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേരി ചെയ്യുന്നത് വെച്ചാൽ റൂട്ട് 2T/m. ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനുമാണ്. ആണല്ലോ? യെസ്. ഇനി എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? മാസ് എന്താക്കാൻ പോവാണ്? ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പോവാണ്? ഡബിൾ ചെയ്യാൻ പോവുകയാണ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പോവാ? ഡബിൾ ചെയ്യാൻ പോവുക. മാസ് എന്ത് ചെയ്യാൻ പോവാ? പകുതിയാക്കാനും പോവാ. അപ്പം നമുക്ക് എങ്ങനെ വരും? RMS is directly proportional to ടെമ്പറേച്ചർ ഡബിൾ ആക്കിയാൽ 2T.
മാസ് പകുതിയാക്കിയാൽ m/2. ഓക്കെ ആണല്ലോ. എന്താണ്? RMS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2t ഡിവൈഡഡ് ബൈ m/2. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? RMS ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എങ്ങനെ വരുന്നത്? റൂട്ട് ഓഫ് 2t ഡിവൈഡ് ബൈ m/2 ആണ്. സോ RMS ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4t/m. ഈ 2 അങ്ങ് മുകളിൽ പോവല്ലോ. യെസ്, അപ്പം 4t ഡിവൈഡ് ബൈ m എന്ന് വരും. ഓക്കെ, ദാറ്റ് മീൻസ് RMS എന്ന് പറയുന്നത് ഓൾറെഡി ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t/m ആയിരുന്നു അല്ലേ? ഇവിടെ √4t/m ആയി. √4നെ വെളിയിലെടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 2 × √t/m. ദാറ്റ് മീൻസ് RMSന്റെ സ്പീഡ് എന്ത് ചെയ്തു? 2 times ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പോൾ RMSന്റെ സ്പീഡ് എന്ന് പറയുന്നത്, എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3RT ഡിവൈഡ് ബൈ m ആണ്. √3RT ഡിവൈഡ് ബൈ m ആണ്. ആണല്ലോ? യെസ്. ദെൻ ഈ RMS ടിയുമായിട്ട് എമ്മുമായിട്ട് എങ്ങനെ, ഇപ്പം എന്ത് ഇക്വേഷൻ തന്നാലും, ഇപ്പം ഇത് ഹാഫ് ആക്കുകയാണെങ്കിൽ, മറ്റൊരു ടൈം പകുതിയാക്കുകയാണെങ്കിൽ, ഇരട്ടിയാക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ആ ടൈം തന്നിരിക്കുന്ന എന്താണോ ഇൻക്രീസ് ചെയ്യുന്നത് അതുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ എന്ന് നോക്കുക. ബാക്കിയുള്ള കോൺസ്റ്റൻ്റ് തന്നെ കളയുക. ഓക്കെ, ദെൻ ആ ഇക്വേഷൻ ഒന്നേന്ന് കൊടുത്തിട്ട് അടുത്ത ഇക്വേഷൻ എന്താണോ ചേഞ്ച് വരുത്തുന്നതെന്ന് കൊടുക്കുക. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും, അപ്പോൾ എത്രയാണ് അവിടെ വാല്യൂ വരുന്നത് അത്രയും ടൈംസ് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹിയർ RMS എന്ന് പറയുന്നത് ടിയും എമ്മും മാത്രം എടുത്താൽ മതി. കാരണം ഇവിടെ ടിയും എമ്മും മാത്രം പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √2t ഡിവൈഡ് ബൈ m ആണ്. ഓക്കെ, അപ്പോൾ RMS ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √2t ഡിവൈഡ് ബൈ m/2. ഈ 2 മുകളിൽ കയറി പോകുമ്പോൾ √4t ഡിവൈഡ് ബൈ m വരുന്നു. 4 വെളിയിൽ ഇറക്കുമ്പോൾ 2 √t/m വരും. ദാറ്റ് മീൻസ് 2 times എന്ത് ചെയ്യുന്നുണ്ട്? ദ മോളിക്യൂൾ വിൽ ബി ചേഞ്ച് ബൈ എ ഫാക്ടർ ഓഫ് 2. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മോളിക്യൂളിൻ്റെ RMS റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The interplanar spacing of 110 planes in a cubic unit cell with lattice parameter A is equal to 4.242 angstrom is. ചോദിച്ചിരിക്കുന്നത് ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് ഡി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എത്ര ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. എത്ര ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ ബ്രാക്സ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന്. സോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്? ബ്രാക്സ് ഇക്വേഷൻ. സോ വീണ്ടും ബ്രാക്സ് ഇക്വേഷൻ എഴുതുന്നു. ഓരോ വട്ടം പറയുമ്പോഴും പഠിക്കുക. എന്താണ് ബ്രാക്സ് ഇക്വേഷൻ പറയുന്നത്? 2d sin theta is equal to n lambda. 2d sin theta is equal to n lambda. The interplanar spacing of 110 planes in a cubic unit cell with the lattice parameter A is equal to 4.242 angstrom. നോക്കാം, ഡി ആണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് 110 പ്ലെയിൻ എന്താണ്? ഡിയുടെ HKL തന്നിട്ടുണ്ട്. HKL 110. ഓക്കെ, എ തന്നിട്ടുണ്ട് 4.242. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും വേണ്ട കാര്യമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എ ഡിവൈഡ് ബൈ √h² പ്ലസ് k² പ്ലസ് l². √h² പ്ലസ് k² പ്ലസ് l² ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. എ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു 4.242 ഡിവൈഡ് ബൈ എച്ചും കെയും എല്ലും തന്നിട്ടുണ്ട്. 110 ആണ്. ദാറ്റ് മീൻസ് 1² പ്ലസ് 1² 2 √2. സോ
The answer is 4.242 divided by √2. Okay, ഇത് ചെയ്യുമ്പം approximately you will get the answer 3 angstrom. ഇത് ഏകദേശം എന്ത് കിട്ടുന്നു? 3 കിട്ടുന്നു. So the right answer is option A. Okay, അപ്പോൾ ബ്രാക്സ് ഇക്വേഷൻ എന്താണ്? 2d sin theta is equal to n lambda. ഓരോ ടേംസും എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഡി കണ്ടുപിടിക്കാൻ അവിടെ തന്നെ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? a ഡിവൈഡ് ബൈ √h² പ്ലസ് k² പ്ലസ് l². ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കോമ്പൗണ്ട് AXBY has a cubic structures with an atom occupying all the corners of the cube as well as the face center position. The B atoms occupy 4 tetrahedral voids. The value of X and Y respectively are. നമ്മൾ തൊട്ട് മുമ്പ് ഒരു മോളിക്കുലാർ ഫോർമുല ചെയ്തു അല്ലേ? സെയിം ഏകദേശം ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണിത്. മോളിക്കുലാർ ഫോർമുല എന്ന് ചോദിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും ഓർക്കുക. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് പ്രിമിറ്റീവ് സെല്ലാണെങ്കിൽ പ്രിമിറ്റീവ് സെല്ലാണെങ്കിൽ 1 ആണ് അല്ലേ? ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. FCC ആണെങ്കിൽ 4 ആണ്, BCC ആണെങ്കിൽ 2 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. FCC 4, BCC 2, പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഹിയർ എ കോമ്പൗണ്ട് AXBY. നമ്മൾ നേരത്തെ പറഞ്ഞു MX ആറ്റം, M2X3 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് AXBY ക്യൂബിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് A atoms occupying all the corners of the cube as well as face center position. കിട്ടിക്കഴിഞ്ഞു. കോർണേഴ്സിലും ഫേസ് സെന്റർ പൊസിഷനിലും ഇരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് A എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. ശരിയില്ലയോ? കോർണേഴ്സിലെല്ലാം ഉണ്ടെങ്കിൽ 1, ഫേസ് സെന്ററിൽ മൊത്തം ഉണ്ടെങ്കിൽ 3. അപ്പം രണ്ടിടത്തും ഉണ്ടെങ്കിൽ 3 + 1 4. ഓക്കെ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നു the B atoms occupy 4 tetrahedral voids. B atom എവിടെ ഇരിക്കുന്നത്? 4 tetrahedral voidsലാണ് ഇരിക്കുന്നത്. അപ്പം tetrahedral voidsലാണെങ്കിൽ അതേ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് 4 തന്നെയായിരിക്കും. ഓക്കെ, സോ ദ ഓപ്ഷൻ A 4 4, ഓപ്ഷൻ B 4 8, ഓപ്ഷൻ C 8 4, ഓപ്ഷൻ D 4 2. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, the right answer is option A 4,4. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും എന്താണ്? മോളിക്കുലാർ ഫോർമുല ചോദിക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് പ്രിമിറ്റീവ് സെല്ലിലെ, FCC സെല്ലിലെ, BCC സെല്ലിലെ എത്ര ആണെന്ന് വളരെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഓർത്ത് വെച്ചിരിക്കും. ഒരു കാരണവശാലും ഇത് തിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. ഓക്കെ, ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ മോളിക്കുലാർ ഫോർമുല. ഇവിടെ മോളിക്കുലാർ ഫോർമുലയായിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? A4 B4. ഇവിടെ ജസ്റ്റ് നമ്പർ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 4. ഓക്കെ, ക്ലിയർ? യെസ്.